കമ്പനീസ് അസോസിയേഷന്റെ എറണാകുളം സോണൽ വാർഷിക സമ്മേളനം ജൂലൈ 14 രാവിലെ 10:30 കെടാമംഗലം കവിത ഇവന്റ് ഹബിൽ നടത്തപ്പെടുമെന്ന് നിധി കമ്പനീസ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളനം, ബിസിനസ് പെർഫോമൻസ് അവാർഡ്, വിദ്യാഭ്യാസ അവാർഡ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, വനിതാ ഡയറക്ടേഴ്സിന് ആദരവ്, നിധി റൂൾസ് സെമിനാർ തുടങ്ങിയവ ആയിരിക്കും വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രധാന ചടങ്ങുകൾ. NCA എറണാകുളം സോണൽ പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷനാകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും. മന്ത്രി S ശർമ്മ ബിസിനസ് അവാർഡുകൾ വിതരണം ചെയ്യും. BJP സംസ്ഥാന ഉപാധ്യക്ഷ AN രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും. AGM ഉദ്ഘാടനം NCA സംസ്ഥാന പ്രസിഡന്റ് ഡേവിഡ് A പാലത്തിങ്കൽ നിർവഹിക്കും. NCA സംസ്ഥാന ജനറൽ സെക്രട്ടറി AA സലീഷ് മുഖ്യപ്രഭാഷണവും നടത്തും. മലബാർ, തൃശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ 5 ജില്ലകളിലായി നിധി കമ്പനിക്ക് 325 സോണുകളാണ് ഉള്ളത്. നിധി കമ്പനീസ് അസോസിയേഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ K പത്മനാഭൻ, പ്രസിഡന്റ് MV മോഹനൻ, സെക്രട്ടറി KO വർഗീസ്, സ്വാഗത സംഘത്തിന്റെ ജോയിന്റ് കൺവീനർ കെവിൻ വർഗീസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിധി കമ്പനീസ് അസോസിയേഷൻ എന്നുള്ള ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 2013 ശേഷം കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ വകുപ്പിൻ്റെ നിധി പോർട്ട്ഫോളിയോ ഭേദഗതി ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലെമ്പാടും നമ്മുടെ സംസ്ഥാനത്തും ധാരാളമായി നിധി കമ്പനികൾ ആരംഭിച്ചു. നിധി കമ്പനികൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ സൊസൈറ്റിയുടെ നിയമപ്രകാരം തമ്മിൽ സഹകരിച്ച് ഷെയർ എടുത്ത് മിനിമം കമ്പനി ആക്ട് അനുസരിച്ചുള്ള 10 രൂപയുടെ വീതം 10 ഷെയർ എടുത്ത് ആ കമ്പനിയിലെ മെമ്പർമാർക്ക് ഇടപാട് നടത്താനുള്ള ഒരു സ്ഥാപനമാണ് നിധി കമ്പനികൾ. ഈ നിധി കമ്പനികൾ 2013 ആരംഭിച്ചതിന് ശേഷം കേരളത്തിലെ ഏകദേശം ഒരു 800ഓളം കമ്പനികൾ പ്രവർത്തനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു 600ഓളം കമ്പനികൾ മാത്രമാണ് ലൈവായി പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലയിൽ 75ഓളം കമ്പനികൾ, മീൻസ് സോൺ എന്ന് പറഞ്ഞാൽ എറണാകുളം റവന്യൂ ജില്ല മുഴുവനും ഉൾപ്പെടുന്നതാണ് എറണാകുളം NCAയുടെ സോൺ. ആ സോണിൻ്റെ പരിധിയിൽ 75ഓളം നിധി കമ്പനികളുണ്ട്. ഞങ്ങളുടെ നിധി കമ്പനീസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ NB ടവറിലാണ് അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. 376 മെമ്പേഴ്സാണ് കേരളത്തിൽ നിധി കമ്പനീസ് അസോസിയേഷനിലെ അംഗങ്ങളായിരിക്കുന്നത്. ആമുഖമായി ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിധി കമ്പനികളെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടെങ്കിൽ തന്നെയും നിധി എന്ന നമ്മുടെ അസോസിയേഷനിൽ ഒരു മെമ്പർ രജിസ്റ്റർ ചെയ്താൽ ഉടനെ ഞങ്ങൾ അംഗത്വം കൊടുക്കുന്നില്ല. ഒരു വർഷത്തെ പ്രവർത്തനം നിരീക്ഷിച്ചതിന് ശേഷം അവരുടെ ബാലൻസ് ഷീറ്റ് കണ്ട് ആ കമ്പനി എങ്ങനെയാണ് ആ ഒരു വർഷത്തെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് പരിശോധിച്ച് മാത്രമാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സഹകാരികളുടെ കയ്യിൽ നിന്ന്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണങ്ങൾ ഡെപ്പോസിറ്റായി വാങ്ങിച്ച് മറ്റു തരത്തിലൊക്കെ ആ ഫണ്ട് നിയമപ്രകാരമല്ല പോകുന്നതെങ്കിൽ നമുക്കത് ബാലൻസ് ഷീറ്റിൽ കൂടി വ്യക്തമാകും. അപ്പോൾ നല്ലൊരു പ്രവർത്തന പരിചയമുള്ള ആളുകൾ മാത്രമാണ് നിധി കമ്പനീസ് അസോസിയേഷനിൽ അംഗത്വമുള്ളൂ. വളരെ അഭിമാനപൂർവം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്, ഇത് നമ്മുടെ കമ്പനി ഈ അസോസിയേഷൻ ആരംഭിച്ചതിന് ശേഷം ഇന്നേ വരെ നിധി കമ്പനിയിലെ മെമ്പേഴ്സായ ഒരു കമ്പനിയും ഒരു തരത്തിലുള്ള അരുതാത്ത ബിസിനസ് ചെയ്തു എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്യുകയുണ്ടായിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇനി നമ്മുടെ സമ്മേളനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഞായറാഴ്ച, ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ, ഞായറാഴ്ച 14-ാം തീയതി ശ്രീ വർഗീസ് അവറുകളുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് ഇത്തവണ സമ്മേളന വേദി. കവിത ഇവൻ്റ് ഹബ്ബ്
അവിടെ 9:30 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും.